World Bank Group. The World Bank is a part of the World Bank Group, which consists of 5 interrelated institutions. വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേൾഡ് ബാങ്ക് ഉണ്ട് അതിൻ്റെ പാർട്ടായിട്ട്. അതിൽ 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് തമ്മിൽ പരസ്പരം റിലേറ്റഡ് ആണ്. അങ്ങനെ 5 പാർട്ടുകൾ കൂടി ചേരുന്നതാണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് IBRD ആണ്. IBRD എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. രണ്ടാമത് IDA ആണ് വരുന്നത്. 1960 ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ്, അതുപോലെ ഗ്രാൻറ്റുകൾ പുവറസ്റ്റ് കൺട്രീസ്, ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് അവർക്ക് ആവശ്യമായ ലോണുകളും ഗ്രാൻറ്റുകളും ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണതാണ് കേട്ടോ. യൂഷ്വലി വിത്ത് സോവറൈൻ ഗ്യാരണ്ടീസ്. സോവറൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഗ്യാരണ്ടി നിന്നുകൊണ്ട് അവർ ലോൺ എടുക്കുന്നത്, അതാണ് സോവറൈൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തിൽ വരുന്നത് IFC ആണ്, ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആണ്. 1956 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പലതരത്തിലുള്ള ഫിനാൻസ് ആണ് നൽകുന്നത്. ലോൺ, ഇക്വിറ്റി, സ്ട്രക്ചേർഡ് ഫിനാൻസ്. അത് പ്രൈവറ്റ് സെക്ടറിനാണ് കൊടുക്കുന്നത്. അതാണ് IFC. നാലാമത്തത് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി, MIGA, മിഗ എന്ന് പറയാം കേട്ടോ. ഇത് 1988 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇൻഷുറൻസ് ആണ്, പല റിസ്കുകൾക്കെതിരെയുള്ള ഇൻഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യണത്. പൊളിറ്റിക്കൽ റിസ്ക്, പ്രിലിമിനറി ടു ദ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടർ തുടക്കത്തിൽ അവർക്ക് റിസ്ക് കൂടുതലായിരിക്കും, അപ്പോൾ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. പിന്നെ ഫോക്കസിങ് ഓൺ ദ പ്രൊമോഷൻ FDI ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അതുകൂടാതെ ഡെവലപ്പിംഗ് കൺട്രീസിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. ഇനി ലാസ്റ്റത്തെ ഏതാണ്? ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്സ്, ICSIC എന്നാണ് പറയുന്നത്. 1966 ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മെമ്പർ കൺട്രീസ് ആരൊക്കെയാണ് വന്നത്? അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന്മേലുള്ള റിസ്കുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത്തരത്തിൽ അവരുടെ റിസ്ക് കുറച്ചിട്ട് ഗ്ലോബൽ വൈസിൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ സഹായിക്കുന്നതിനാണ് എന്നുള്ളത് ICSIC ഉള്ളത് കേട്ടോ. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്സ്. അപ്പം അങ്ങനെ ഈ 5 പാർട്ട് കൂടി ചേരുന്നതാണ് ഇതെന്ന് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. The World Bank Group is one of the world's largest source of development assistance. ഇപ്പോൾ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സോഴ്സ് ആയിട്ടാണ്. എന്തിൻ്റെ സോഴ്സാണ് പറയണത്? ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ്, പുരോഗമനത്തെ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ആവശ്യമായ സഹായങ്ങൾ നൽകുന്ന സോഴ്സ് ആയിട്ടാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സോഴ്സ് ആയിട്ടാണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിനെ പറയുന്നത്. The various international financial institutions in വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ആർ എക്സ്പ്ലെയിൻ ദ ഫോളോവിങ് പേജസ്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. വേൾഡ് ബാങ്കിൻ്റെ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 5 ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ എന്താണ്? IBRD ആണ്, ദ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. IBRD is an international financial institution that offers financial assistance to developing countries. It is a global development cooperative owned and governed by 189 member countries. As the largest development bank in the world, it supports the World Bank Group's mission by providing loans, guarantees, risk management, products and advisory services. ഇപ്പോൾ IBRD എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആർക്കാണ് നൽകുന്നത്? ഡെവലപ്പിംഗ് കൺട്രീസിനാണ് നൽകുന്നത്. അതുപോലെ ഗ്ലോബൽ ഡെവലപ്മെൻറ്റ് നൽകുന്നതിന് 189 മെമ്പർ കൺട്രീസ് എന്തിലുണ്ട്? ഈ IBRDയിൽ അംഗങ്ങളായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായുള്ള സപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് IBRD എന്ന് പറയുന്നത്. ഇത് വേൾഡ് ബാങ്കിൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ലോൺ നൽകുക, ഗ്യാരണ്ടി നൽകുക, റിസ്ക് മാനേജ്മെൻറ്റ് പ്രൊഡക്റ്റുകൾ നൽകുക. ഇപ്പോൾ റിസ്ക് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സുകളൊക്കെ ഉണ്ടല്ലോ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്, അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അഡ്വൈസറി സർവീസൊക്കെ നൽകുക. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്? IBRD പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. IBRD was established in 1944, became operational 1946 with the aim to rebuild Europe after the World War II. IBRD with IDA funds the poorest countries, mainly middle income countries. അപ്പോൾ IBRD എസ്റ്റാബ്ലിഷ് ചെയ്ത 1944
അത് ഓപ്പറേഷണൽ ഭാഗമായിട്ട് അത് മുഴുവനായിട്ട് അത് ഓപ്പറേഷൻ വിങ് ആയിട്ട് മാറിയ 1946 കേട്ടോ. അവരുടെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിനെ തകർന്നു, എന്താണ് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ യൂറോപ്പൊക്കെ തകർന്നു പോയി. അതിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IBRD എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. IBRDയും IDF ഫണ്ട്സുമാണ് ഇപ്പം എന്താണ് ദരിദ്ര രാഷ്ട്രങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രധാനമായിട്ടും മിഡിൽ ഇൻകം കൺട്രീസാണ് വന്നത്. ഇതിൽ മിഡിൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം വരുമാനം ഉണ്ടാവില്ല, അങ്ങനെയുള്ള രാജ്യങ്ങളെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യണത്. It works closely with all institutions of the World Bank Group to reduce poverty and build shared prosperity. ഇപ്പോൾ ബാക്കി 4 ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് എന്ത് ചെയ്യണം, കോപ്പറേറ്റീവ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, രാജ്യങ്ങളിൽ നിന്ന് ദരിദ്രാഷ്ട്രങ്ങളുണ്ടെങ്കിൽ അവരുടെ ദാരിദ്ര്യത്തിന് ഒരു അറുതി വരുത്തുക, അവരെ എന്തിലേക്ക് നയിക്കുക, അഭിവൃദ്ധിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. IBRD provides concessional finance to developing nations, mainly middle income countries. ഇപ്പോൾ ഡെവലപ്പിംഗ് നേഷൻസ് ഉണ്ട്, മെയിനായിട്ടും മിഡിൽ ഇൻകം കൺട്രീസിനുണ്ട്. അതിനാവശ്യമായ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യും. എങ്ങനെയാണ്, കൺസെഷൻസ് ഉണ്ടായിരിക്കും അവർക്ക്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കുകയോ കാലാവധി കൂടുതലാക്കി കൊടുക്കുക, ലോൺ അങ്ങനെയൊക്കെ ചെയ്തിട്ട്. ടു ഫണ്ട് പ്രൊജക്ട്സ് ദാറ്റ് സിക്സ് ടു ഇംപ്രൂവ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊജക്റ്റ് വേണ്ടത്, അതിനാവശ്യം ഫണ്ടുകൾ നൽകും. ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന്, എഡ്യൂക്കേഷൻ പരമായിട്ട്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട്, റിന്യൂവബിൾ എനർജി ഉണ്ടെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിനാവശ്യമായ സഹായം നൽകാം. പിന്നെ ഹെൽത്ത് കെയർ, അവിടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങളുടെ ആരോഗ്യം പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെന്താണ്, അവർക്ക് ആവശ്യം ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക, എപ്പോഴും കിട്ടുക. അതുപോലെ തന്നെ പോർട്ടബിൾ വാട്ടർ, അതായത് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള കുടിക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ വെള്ളം കിട്ടാനുള്ള മാർഗങ്ങൾ ചെയ്യാം. ആൻഡ് ഇംപ്രൂവ്ഡ് സാനിറ്റേഷൻ. അതുകൂടാതെ എന്താണ്, എല്ലാവരുടെ ജീവിത നിലവാരം തന്നെ ഉയർത്താൻ, നല്ല ആരോഗ്യകരമായ ചുറ്റുപാടിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് IBRD പ്രവർത്തനങ്ങളിൽ ഇൻക്ലൂഡായിട്ട് വന്നത്. The IBRD is governed by the World Bank's Board of Governors. ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഉണ്ട്, അവരാണ് എന്ത് ചെയ്യുന്നത്, IBRD നിയന്ത്രിക്കുന്നത്. The Board of Governors delegate most of its authority over daily matters. പിന്നെ ദിവസവുമുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സ് അവരുടെ അധികാരങ്ങൾ ഓരോരുത്തർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ നോക്കാനായിട്ട്. സച്ച് ആസ് ലെൻഡിങ് ആൻഡ് ഓപ്പറേഷൻസ് ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ആർക്കൊക്കെ വായ്പ കൊടുക്കണം, അതെങ്ങനെ നടത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൺസിസ്റ്റ് ഓഫ്, അതിൽ വന്നത് 25 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും ഉണ്ട്. ആൻഡ് ഈസ് ചെയർഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓഫ് ദ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. പിന്നെ അവർക്ക് മുകളിലായിട്ട് വന്നത് ആരാണ്, വേൾഡ് ബാങ്ക് ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റ് ഉണ്ട്, അതാണ് ഏറ്റവും തലപ്പത്ത് വരുന്നത്. അടുത്ത സർവീസസ് ഓഫ് IBRD ആണ് പറയണത്. IBRD ഓഫേഴ്സ് ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് ഫിനാൻഷ്യൽ ആൻഡ് നോളജ് ആൻഡ് അഡ്വൈസറി സർവീസസ് ടു ഗവൺമെൻറ്റ്സ് അറ്റ് ദ നാഷണൽ ആൻഡ് സബ് നാഷണൽ ലെവൽസ് ആൻഡ് ഇൻക്ലൂഡ്സ്. എന്താണ് IBRD എന്താണ്, പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സൊല്യൂഷൻസ്, ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും വന്നിട്ട്, അതുകൂടാതെ എന്താണ്, അവർക്ക് ആവശ്യമായ അറിവുകൾ, ഫിനാൻസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം അതിനെക്കുറിച്ചുള്ള നോളജും, അവർക്ക് ആവശ്യമായ സർവീസസും എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള നാഷണൽ സബ് നാഷണൽ ലെവൽസിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ താഴെ പറയുന്ന 3 സർവീസസ് കൂടി ഓഫർ ചെയ്യുന്നുണ്ട്. ഫിനാൻസസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അഡ്വൈസറി സർവീസസ്, സപ്പോർട്ട്സ് ഗവൺമെൻറ് എഫർട്ട്സ് അല്ലെങ്കിൽ സപ്പോർട്ട് ഗവൺമെൻറ്. ഒന്നാമത്തെ IBRD ഫിനാൻസസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് across all sectors and provides technical support and expertise at each stage of a project. ഇപ്പോൾ ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോകത്ത് എല്ലായിടത്തും ഒരേ രീതിയിൽ എല്ലാ സെക്ടേഴ്സിലും എന്താണ് ആവശ്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ടൊരു സഹായിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ടുകൾ, എക്സ്പെർട്ടുകൾ, ഓരോ പ്രൊജക്റ്റിൻ്റെ ഓരോ സ്റ്റേജിൽ ആവശ്യമായ എക്സ്പെർട്ടുകൾ ഉണ്ടെങ്കിൽ അവരുടെ സഹായവും IBRD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. IBRD's resources not only supply borrowing countries with needed financing. എന്താണ് IBRD റിസോഴ്സുകൾ എന്തിനു മാത്രമല്ല, ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് ആവശ്യമുള്ളത് അവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആർക്കാണ് ഫിനാൻസ് ആവശ്യമായിട്ട് വന്നത് അത്തരത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ബട്ട് ഓൾസോ സെർവ് ആസ് എ വെഹിക്കിൾ ഫോർ ഗ്ലോബൽ നോളജ് ട്രാൻസ്ഫർ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ്.
അപ്പം അതുമാത്രമല്ല സപ്ലൈ ചെയ്യണം, ഫിനാൻസ് സപ്ലൈ ചെയ്യുക മാത്രമല്ല അവർ ചെയ്യണത്, എന്തും കൂടി ഉണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അഡ്വൈസാണ് അഡ്വൈസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുള്ളതാണെങ്കിൽ ഫിനാൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഫിനാൻസ് സപ്ലൈ മാത്രമല്ല അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഇത്തരത്തിൽ ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കാനുണ്ട്. അപ്പം ഒന്നാമത്തെ അതാണ്. രണ്ടാമത്തെ അഡ്വൈസ് സർവീസസ് ഇൻ പബ്ലിക് ഡെപ്റ്റ് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ഗവൺമെൻറ്റ്സ്, ഒഫീഷ്യൽ സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസ് ബിൽഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ടു പ്രൊട്ടക്റ്റ് ആൻഡ് എക്സ്പാൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അഡ്വൈസറി സർവീസസ് എന്തുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഡെപ്റ്റ് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻ്റ് ആയിട്ട് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കേട്ടോ. ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള ഏതിലൊക്കെ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, പബ്ലിക് ഡെപ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനൊക്കെ എന്തിനാ ആവശ്യമായ അഡ്വൈസറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒഫീഷ്യൽ സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനായിരിക്കാം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനായിരിക്കും ഇത്തരത്തിൽ ഒരു അഡ്വൈസ് നൽകുന്നത്. ബിൽഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ടു പ്രൊട്ടക്റ്റ് ആൻഡ് എക്സ്പാൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. അതുകൂടാതെ എന്താണ്, അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി കൂടി എന്ത് ചെയ്യേണ്ടത്, ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. IBRD supports government efforts to strengthen public financial management as well as improve the investment climate, address service delivery bottlenecks and strengthen policies and institutions. ഇതാണ് മൂന്നാമത്തെ പറയുന്നത്. എന്താണ്, IBRD എന്താണ്, ഗവൺമെൻറ് എഫേർട്ടുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റുകൾ എങ്ങനെയാണ് വേണ്ടത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന്, സ്ട്രെങ്തൻ ചെയ്യുന്നതിന് അവർ ആവശ്യമായ സഹായങ്ങൾ നൽകുന്നുണ്ട്. എങ്ങനെ ഡെലിവറി ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലേ, ഇടുങ്ങിയ രീതിയിലുള്ളത്, അതായത് അധികം ആർക്കും അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ആരും ഉപയോഗിക്കാത്ത സർവീസൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നതിന്, പിന്നെ പോളിസി ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന്, ഇതിനെ ഗവൺമെൻറ്റിൻ്റെ കേട്ടോ, അതിനൊക്കെ IBRD എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 സർവീസാണ് IBRDക്ക് പറയണത്. ദ ബാങ്ക് ഓഫേഴ്സ് എ നമ്പർ ഓഫ് ഫിനാൻസ് സർവീസസ് ആൻഡ് പ്രൊഡക്ട്സ്. അതുകൂടാതെ ബാങ്കുകൾ പലതരത്തിലുള്ള ഫിനാൻസ് സർവീസ് പ്രൊഡക്റ്റുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഫ്ലെക്സിബിൾ ലോണുകളുണ്ട്, ഗ്രാൻറ്റുകൾ, റിസ്ക് ഗ്യാരണ്ടി ആൻഡ് കാറ്റസ്ട്രോഫിക് റിസ്ക് ഫിനാൻസിങ്. കാറ്റസ്ട്രോഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന കലാമിറ്റീസ്, ദുരന്തങ്ങൾ മൂലം ഉണ്ടാകുന്ന അതുണ്ടെങ്കിൽ, റിസ്ക് ഉണ്ടെങ്കിൽ അതിനാവശ്യമായ സഹായങ്ങൾ ആരും നൽകേണ്ട IBRD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് IBRD ആണ് പറയണത്. ഇൻ അഡീഷൻ ടു കോൺട്രിബ്യൂഷൻ ഫ്രം ഇറ്റ്സ് മെമ്പർ നേഷൻസിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടാതെ ദ IBRD അക്യൂർസ് മോസ്റ്റ് ഓഫ് ഇറ്റ്സ് ക്യാപിറ്റൽ ബൈ ബോറോവിങ് ഓൺ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ആവശ്യമായ ക്യാപിറ്റൽ ബോറോ ചെയ്യുന്നുണ്ട്. ഏതിലൂടെയാണ്, ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടാണ് കേട്ടോ. വേൾഡ് ബാങ്ക് ബോണ്ടുകൾ ഉണ്ടായിരിക്കും, അത് ഇഷ്യൂ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യണത്, മെമ്പർ നേഷൻസിനെ കൂടാതെ അവർക്ക് ആവശ്യമായ ക്യാപിറ്റൽ റേസ് ചെയ്യണത്. This was allowed it to provide more than $500 billion in loans to alleviate poverty around the world since 1946. ഇതിൽ $500 ബില്യൺ എമൗണ്ട്, അതിൽ കൂടുതൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ലോണുകൾ നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, അലീവിയേറ്റ് പോവർട്ടി ദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതാണ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നത്. എത്രത്തോളാണ്, $500 ബില്യൺ എമൗണ്ട്, അതിനേക്കാൾ കൂടുതൽ ഫിനാൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് മുതൽ 1946 മുതൽ. IBRD can borrow at low cost and offer middle income developing countries access to capital on favorable terms. ഇപ്പോൾ എന്താ, ലോ കോസ്റ്റിന് IBRD എന്ത് ചെയ്യും, ലോണ് വാങ്ങിയിട്ട് അത് ആർക്കാണ് കൊടുക്കുന്നത്, മിഡിൽ ഇൻകം ഡെവലപ്പിംഗ് കൺട്രീസിനാണ് ഫേവറബിൾ ടേംസിൽ അവർക്ക് എന്ത് ചെയ്യും, ക്യാപിറ്റൽ, അവർക്ക് ആവശ്യമായ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. IBRD earns income every year from the return on its equity and from the small margin it makes on lending. IBRD വരുമാനമാണ് പറയണത്. എല്ലാ വർഷവും എന്താണ്, അവരുടെ ഇക്വിറ്റിയിൽ നിന്ന് ഒരു ഷെയർ ഹോൾഡറിൽ നിന്ന് ഒരു റിട്ടേൺ കിട്ടുന്നുണ്ട്. അതുകൂടാതെ അവർ കൊടുക്കുന്ന ലോണ് ചെറിയൊരു മാർജിൻ എമൗണ്ട് ഒരിക്കൽ എന്തായിട്ട് വരുമാനമായിട്ടുണ്ട്. ദിസ് പേസ് ഫോർ വേൾഡ് ബാങ്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഇതെന്തിനൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്, വേൾഡ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ എക്സ്പെൻസ് ഉണ്ടായിരിക്കും, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിന് വേണ്ടിയിട്ട്. ഗോസ് ഇൻ ടു റിസർവ്സ് ടു strengthen the balance sheet and provides an annual transfer of funds to IDA, the fund for the poorest countries.
പിന്നെ അതുകൂടാതെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടാതെ റിസർവായിട്ട് ബാലൻസ് ഷീറ്റിൽ അവർ റിസർവായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, ഒരു ഫണ്ടിൻ്റെ കുറച്ച് പോർഷൻ IDAക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് അതിന് വേണ്ടിയിട്ട് ഫണ്ട് അവർ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഫണ്ട് ഉപയോഗിക്കുന്നത്? പുവറസ്റ്റ് കൺട്രീസ്, ദരിദ്ര രാഷ്ട്രങ്ങളുണ്ടായിരിക്കും, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് IBRയുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് പറയുന്നത്.